ബ്യൂണസ് അയേഴ്സിലെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1996 അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ ഒരു ചെറിയ ദേവാലയത്തിനകത്ത് വിശ്വസ്ത മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം നടന്നു. ഇതാണ് ബ്യൂണസ് അയേഴ്സ് ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ യഥാർത്ഥ കഥ. 1996 ആഗസ്റ്റിൽ വിശുദ്ധ കുർബാന സമയത്ത് ദിവ്യകാരുണ്യം നിലത്തുവീണു. നിയമസഭാ പ്രകാരം അത് ആദരവോടെ എടുത്ത് വെള്ളത്തിൽ വെക്കണം. സ്വാഭാവികമായി അത് ലയിക്കാനാണ് സാധ്യത. അതിനായി അപ്പം വെള്ളമുള്ള ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അത് ലയിക്കാതെ പൂർണ്ണമായി വ്യത്യസ്തമായ രൂപത്തിലേക്ക് മാറി. പുറത്തിന്റെ മാറ്റം. പാത്രം തുറന്നപ്പോൾ പുരോഹിതൻ ഞെട്ടിപ്പോയി. വെള്ളത്തിൽ ലയിക്കേണ്ടിയിരുന്ന അപ്പം ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മാംസ കഷ്ണം പോലെ മാറിയിരിക്കുന്നു. ചുവപ്പ് നിറം, രക്തസാന്നിധ്യം, ജീവിച്ചിരിക്കുന്ന ഒരു ഹൃദയം പോലെ. സഭാധികാരികൾ അപ്പം എടുത്തത് രഹസ്യമായി സൂക്ഷിച്ചു. ശാസ്ത്രപരമായി പരിശോധിക്കാൻ അത് ഒരു വിദഗ്ധൻ അയച്ചു കൊടുത്തു. ഫോറൻസിക് ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഫെഡറിക് സുഖോയ്ക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അറിയാതെ തന്നെ അത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണെന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചു. ഇവയാണ് അദ്ദേഹം പറഞ്ഞ കണ്ടെത്തലുകൾ. ഇതൊരു യഥാർത്ഥ മനുഷ്യ മാംസമാണ്, അപ്പമല്ല. രാസപ്രതികരണമല്ല, ശ്രദ്ധാപൂർവം എടുത്തൊരു മനുഷ്യ മാംസം. മനുഷ്യ ഹൃദയത്തിന്റെ ഇടതു വാൽവ്, ശരീരത്തിന് രക്തം പമ്പ് ചെയ്യുന്ന പ്രധാന ഭാഗം. കോശങ്ങൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. മൈക്രോസ്കോപ്പിൽ വെളുത്ത രക്താണുക്കൾ കണ്ടു. പക്ഷേ ഇവ വളരെ പെട്ടെന്ന് മരിക്കുന്നവയാണ്. അതായത് പരിശോധനയിൽ എത്തിയ സമയത്ത് ഈ ഹൃദയമാംസം ജീവിച്ചിരുന്നത് പോലെയായിരുന്നു. മാംസത്തിൽ തീവ്ര പീഡനം ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിരുന്നു ലക്ഷണം. അതൊരു ക്രൂരമർദ്ദനത്തിനിരയായവന്റെ ഹൃദയ മാംസത്തിനേറ്റ ലക്ഷണങ്ങളായിരുന്നു ഇതിൽ കണ്ടത്. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. സംരക്ഷണ രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചില്ല. വർഷങ്ങളോളം സാധാരണ നിലയിൽ തന്നെ അത് സൂക്ഷിച്ചു. എന്നിട്ടും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ. അദ്ദേഹത്തിന് സത്യം പറഞ്ഞപ്പോൾ അതായത് ദിവ്യകാരുണ്യ അപ്പമായിരുന്നുവെന്ന് ഡോക്ടറുടെ മറുപടി. ഇത് ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. ആത്മീയമായ അർത്ഥം. സഭയുടെ പഠനപ്രകാരം ദിവ്യകാരുണ്യത്തിൽ അപ്പം യേശുവിന്റെ ശരീരമാകുന്നു. ബ്യൂണസ് അയേഴ്സ് അത്ഭുതം ഈ സത്യം ദൃശ്യമായി പ്രകടമായി കാണിക്കുന്നു. ഒരപ്പം ജീവിച്ച ഹൃദയവുമായി മാറുന്നു. വേദനിച്ചൊരു ഹൃദയം, മനുഷ്യർക്ക് വേണ്ടി തകർന്നൊരു ഹൃദയം. യേശു ലോകത്തിനായി തന്റെ ഹൃദയം നൽകിയെന്ന വിശ്വാസത്തോടെ ഇത് ശക്തമായി ചേരുന്നു. അതുമാത്രമല്ല, പരിശോധനയിൽ കണ്ടെത്തിയ രക്തഗ്രൂപ്പ് AB നെഗറ്റീവ്. രാഷ്ട്രീയ അത്ഭുതത്തിലൂടെ ടൂറിൻ ശുശ്രൂഷ പുതുപ്പിലും കണ്ട അതേ രക്തഗ്രൂപ്പ്. ഈ അത്ഭുതം ഒരു ശാസ്ത്ര വിസ്മയം മാത്രമല്ല, യേശുവിന്റെ ഹൃദയം ഇന്നും ജീവനോടെയുണ്ടെന്ന് നമ്മെ സ്നേഹിച്ച, നമ്മോടൊപ്പം നിലകൊള്ളുന്നുവെന്ന് കാണിക്കുന്ന ഒരു ദൈവ സന്ദേശമാണ്. ഇതാണ് ബ്യൂണസ് അയേഴ്സ് ദിവ്യകാരുണ്യ അത്ഭുതം. ശാസ്ത്രം ഇണ്ടാതാക്കുന്ന, വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഒരു സ്വർഗ സ്പർശം. നിർത്തട്ടെ. ഏവർക്കും നന്ദി. ചേരുവാൻ